ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ ചൈന ഡോളിൻ്റെ വീഡിയോ ആണ്. ചൈന ഡോൾ റെഡ് മെർച്ചിയ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന ഈ പ്ലാന്റ് കണ്ടത് നല്ല എവർ ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഗ്ലേസിങ് ഉള്ള പ്ലാന്റ് ആണ്. അതൊരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നിപ്പോകും കേട്ടോ ഈ പ്ലാന്റ് കാണുമ്പം. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം. ഔട്ട്ഡോർ ആയിട്ടാകുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലും കുഴപ്പമില്ലാതെ വളരും. എന്നാൽ അത് ഇൻഡോർ ആയിട്ടും വളരും. ഔട്ട്ഡോർ ആണെങ്കിൽ നിലത്തും വെക്കാം, ചട്ടിയിലും വെക്കാം. നിലത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലുതായി പോകും. ചട്ടിയിലാണെങ്കിൽ ഒരു വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചടി ഹൈറ്റ് വരെയൊക്കെ ഈ പ്ലാന്റ് വലുതാവും. ചട്ടിയുടെ വലിപ്പം അനുസരിച്ചാണ് ഇതിന്റെ വളർച്ച വരുന്നത്. പിന്നെ ഇൻഡോർ ആയിട്ടും ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വിൻഡോ സൈഡ് ആണെങ്കിൽ, ജനാല സൈഡൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇരുന്നോളും, സൂര്യപ്രകാശം കിട്ടുമല്ലോ. അല്ലാത്ത ഭാഗത്താണെങ്കിൽ നമ്മൾ ഇടയ്ക്കത് പുറത്തെടുത്ത് സൂര്യപ്രകാശം കൊള്ളിക്കണം. ഒരു 2 ആഴ്ച കൂടുമ്പോഴേക്കൊന്ന് സൂര്യപ്രകാശം എന്ന് വെച്ചാൽ അകത്ത് വെച്ച് ചെടി പെട്ടെന്ന് പുറത്തേക്ക് വെയിലത്തേക്ക് വെക്കരുത്. ഒരു സിറ്റ് ഔട്ട് വരാന്ത ആ ഒരു ഭാഗത്ത് വെച്ച് സൂര്യപ്രകാശം കിട്ടിയാൽ മതിയാകും. പുറത്തേക്ക് വെച്ചാൽ പെട്ടെന്ന് അത് അകത്തിരുന്ന ചെടി പെട്ടെന്ന് പുറത്ത് വെച്ചാൽ അത് പൊള്ളിപ്പോവും. അങ്ങനെ വെച്ചാൽ മതിയാകും. പിന്നെ അകത്തിരിക്കുന്നതിന് എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. പുറത്താണെങ്കിൽ നമുക്ക് എപ്പോഴും 2 നേരം നന കൊടുക്കാം. അകത്താകുമ്പോൾ അങ്ങനെ നനയ്ക്കേണ്ട കാര്യമില്ല. കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ 2 ആഴ്ച പുറത്ത് വെക്കുമ്പോൾ അതിന് നന്നായി ലീഫും ഇതിലൊക്കെ നന്നായി വെള്ളമൊഴിച്ച് അതിന് നനയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പോട്ടി മിക്സ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് ചേർന്ന പോട്ടി മിക്സ് മതി. കൂടാതെ ഇതിന് പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ ഇതിന് തണ്ട് കട്ട് ചെയ്ത് കമ്പ് കുത്തിയാണ് ഇതിന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. കൂടാതെ അപ്പോൾ കമ്പ് കട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ബുഷിയായി വളരുകയും ചെയ്യും. കൂടുതൽ ബുഷിയായി നിൽക്കുമ്പോഴാണ് കൂടുതൽ ഈ ചെടി കാണാൻ കൂടുതൽ ഭംഗി. ഇത് നല്ലൊരു ഓക്സിജൻ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുമ്പോൾ രാത്രി ലൈറ്റ് ഇടുമ്പോഴേക്കും നല്ല തിളക്കം കൂടും. ഇതിന്റെ ലീഫിന് നല്ല തിളക്കം കൂടും. പിന്നെ പ്രത്യേകിച്ച് കേടുപാടൊന്നും ഇതിന് വരാറില്ല. എങ്കിലും വെള്ളീച്ചൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളീച്ച വന്ന് വരാറുണ്ട്. അങ്ങനെ വെള്ളീച്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം പൊഴിഞ്ഞ് ചെടി ചീത്തയായി പോവും. അപ്പൊ അങ്ങനെ വെള്ളീച്ച വരാൻ നിൽക്കേണ്ട. അല്ലാതെ തന്നെ ഇടയ്ക്ക് നമുക്ക് നീം ഓയിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇപ്പൊ 2 ആഴ്ചത്തി ഒന്ന് പുറത്ത് വെക്കണമെന്ന് പറഞ്ഞില്ല ഇൻഡോർ വെക്കുന്ന ചെടിയൊക്കെ, അങ്ങനെ ആ സമയത്തൊക്കെ ഒന്ന് നീം ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ ഇങ്ങനെയുള്ള അതിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഗ്യാബീസ് വേൾഡിൽ ഈ വലിപ്പത്തിലുള്ള ചൈന ഡോൾ പ്ലാന്റ്, അതായത് ഇത്രയും ഈ പോട്ടിൽ പിടിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെ ബുഷിയായിട്ടുള്ള ഈ ചൈന ഡോൾ പ്ലാന്റ് വിൽക്കുന്നത് 180 റുപ്പീസിനാണ്. 180 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കവറിൽ പിടിപ്പിച്ച ഈ ചൈന ഡോൾ പ്ലാന്റ് വിൽക്കുന്നത് 80 രൂപയ്ക്കാണ്. റൂട്ടഡൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 80 റുപ്പീസിനാണ് വിൽക്കുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. DTDC കൊറിയർ വഴി പ്ലാന്റ് അയച്ചിരുന്നതായിരിക്കും. കൂടാതെ നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. പിന്നെ ക്യാഷ് ഫ്ലോന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ കുറേ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പം പ്ലാന്റ് തികയാതെ വന്നു. ഒരു 2 ആഴ്ചക്കുള്ളിൽ പുതിയ സ്റ്റോക്ക് എത്തും. എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.